പൊതുവിടങ്ങളിലെ തെറിവിളികൾ ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയ്ക്കായി എടുക്കുന്നത്. സുധീരൻ്റെ തെറിവിളിയും ഒപ്പം മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരായി യൂത്ത് കോൺഗ്രസ് നേതാവും PAC-യിലെ അറ്റൻഡറുമായ വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് പൊതുവിടങ്ങൾ തെറിവിളികൾക്കുള്ള സ്ഥലങ്ങളായി മാറ്റുമ്പോൾ അതുയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളും അസഹിഷ്ണുതയുടെ മാനങ്ങളുമാണ്. കേരളത്തെ സംബന്ധിച്ച് ഇത് ഒരിക്കലും സഹിക്കാവുന്നതുമല്ല. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റിനെ പോലെ ഉള്ള ഒരാൾ, സുധീരനെ പോലെയുള്ള ഒരാൾ പരസ്യമായി കോൺഗ്രസ് നേതാവിനെ തെറി വിളിക്കുന്ന വാക്കുകൾ, അത് പീപ്പിൾ TVയുടെ ക്യാമറയിൽ പതിഞ്ഞതാണ്. അത് നമുക്ക് ആദ്യം കണ്ടു തന്നെ ചർച്ചയിലേക്ക് പോകാം. നമ്മളൊന്നും അറിഞ്ഞിട്ടല്ല, ഇനി അടുത്തതായി ഇന്ന് മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ ഉണ്ടായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് VD സതീശൻ. മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ച VD സതീശൻ ചെയർമാനായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഓഫീസിലെ അറ്റൻഡറാണ്, യൂത്ത് കോൺഗ്രസ് നേതാവാണ് എന്നത് അതിൻ്റെ മാനത്തിന് ആഴം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ചർച്ച അത് തന്നെയാണ്. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ തന്നെ പാലക്കാട് സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പമുണ്ട്. ഉഴവൂർ വിജയനുണ്ട് കോട്ടയം സ്റ്റുഡിയോയിൽ. ഒപ്പം ഉണ്ണിച്ചെറിയാനും ഫക്രുദ്ദീനും തിരുവനന്തപുരം സ്റ്റുഡിയോയിലുമുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർ ഫോണിൽ പോലും പ്രതികരിക്കരുതെന്ന നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാകണം ഒരുപക്ഷെ അവർ ചർച്ചയിൽ ആദ്യം പങ്കെടുക്കാമെന്നും പിന്നീട് പങ്കെടുക്കില്ല എന്നും ഏറ്റവും ഒടുവിൽ അറിയിക്കുകയും ചെയ്തു. ഇതുകൂടി പ്രേക്ഷകരോട് കൈമാറുന്നു. വിശദമായ ചർച്ചയിലേക്ക് പോകുന്നതിന് ഒരു ചെറിയ ഇടവേള. ചർച്ച തുടരുമ്പോൾ ആദ്യം മന്ത്രിയിലേക്ക് തന്നെ. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, അതായത് VD സതീശൻ താങ്കൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. കൊല്ലത്തെ പല കശുവണ്ടി തൊഴിലാളികളും VD സതീശനെതിരെ പോലും രൂക്ഷമായ രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്. ഒരുപക്ഷെ അങ്ങനെയാണ് നമ്മൾക്ക് അനുഭവപ്പെട്ടതും. അത് ഇരിക്കട്ടെ. പക്ഷേ ഇന്ന് VD സതീശൻ്റെ ഓഫീസിലെ ഒരു അറ്റൻഡർ ഇട്ട പോസ്റ്റ്, അസഭ്യവർഷം നിറഞ്ഞ പോസ്റ്റ്, ആ പോസ്റ്റിനെതിരെ താങ്കൾ പരാതിയും കൊടുത്തു. അത് അദ്ദേഹത്തിൻ്റെ മാത്രം ബുദ്ധിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണോ? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? സ്വാഭാവികമായി സംശയിക്കാം. മന്ത്രി, ഞാൻ ആരോപണത്തിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം അയാളുടെ അപക്വമായി എന്ന് വെച്ചാൽ കോൺഗ്രസ് ഇന്ന് എത്തപ്പെട്ട അധപതനത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് അത്തരമൊരു കമൻറ്റ്. അങ്ങനെ ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വളരെ നിരുത്തരവാദപരമായി ഏറ്റവും മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കുക എന്ന് പറയുന്നത് എനിക്കൊക്കെ അത് ചിന്തിക്കാനേ പറ്റുന്നില്ല. അത്തരത്തിലൊക്കെ ഒരു പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത്. അപ്പോൾ അത് കോൺഗ്രസ് നിന്ന് എത്തപ്പെട്ട ഒരു അധപതനമാണ്. അവരുടെ ഓരോ സാധാ പ്രവർത്തകർ പോലും എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. അതല്ലാതെ അതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഗൂഢാലോചന നടത്തി എന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നില്ല. ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ കൊല്ലത്തൊക്കെ, കൊമ്പൻ പോകുന്നത് മോഴയ്ക്ക് വഴിയെന്ന്. യഥാർത്ഥത്തിൽ സുധീരൻ തന്നെ കണ്ണൂരിൽ പരസ്യമായി തെറി വിളിക്കുന്ന വിഷ്വലുകൾ ശബ്ദസഹിതം നമുക്ക് ലഭിച്ചു. ഈ പശ്ചാത്തലത്തിൽ കൂടി മന്ത്രിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിനെ വായിക്കാമോ? അതെ, ഞാനതിനെ സുധീരനായി ബന്ധപ്പെടുത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സുധീരൻ ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസ് നിന്ന് അകപ്പെട്ട ഒരു അധപതനമുണ്ട്. അത് ശ്രീമാൻ AK ആൻ്റണി തന്നെ തൊട്ടടുത്ത് പറഞ്ഞു. ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസ് നേരിടുന്നത്. ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസ് നേരിടുന്നത് എന്ന് AICC നേതാക്കൾ പോലും പ്രതികരിച്ച പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സിന് സംയമനത്തോടു കൂടി പ്രശ്നങ്ങളെ കാണാൻ, സത്യസന്ധമായി പ്രതികരിക്കാൻ ആവുന്നില്ല എന്ന ആഴത്തിലുള്ള തകർച്ചയുടെ പ്രതിഫലനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഏത് രീതിയിലായാലും ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ആൾ അത്തരത്തിലൊരു തെറി അഭിഷേകം നടത്താൻ പാടുണ്ടോ പൊതുപ്രവർത്തകനോട്? അങ്ങനെയില്ലേ? ഉദാഹരണം പാടില്ല. അത് യെസ്, പറഞ്ഞോളൂ മന്ത്രി. അല്ല, ഞാൻ പറയുന്നത് ഇതാണ് എന്നുവെച്ചാൽ ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും ഇന്ന് പൊതുവിൽ രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ കാലത്തെ ഒരു ഗവൺമെൻറ് എല്ലാ സീമകളെയും ലംഘിച്ച് വളരെ വലിയ അഴിമതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് നടത്തിയ ഒരു പശ്ചാത്തലത്തിൽ അഴിമതിക്കെതിരായി നടത്തിയ ശക്തമായ പോരാട്ടത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് ഈ രാജ്യത്ത് കുഞ്ഞു തൊട്ട് വലിയ വരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നടത്തിയ പോരാട്ടത്തിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ അധികാരത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അഴിമതിക്കെതിരായി, അഴിമതി വിരുദ്ധമായി ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കും. അതുതന്നെയാണ് അഴിമതിയുടെ മൂർധ്വഭാവമായിരുന്ന കശുവണ്ടി വികസന കോർപ്പറേഷനും
അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും എങ്ങനെയാണ് തൊഴിലാളികളുടെ ജീവിതത്തെയും തകർത്തത് എന്ന പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ. തീർച്ചയായും മിനിസ്റ്റർ തീർച്ചയായും, അതായത് ഈ ടെൻഡർ മുഖേന തോട്ടണ്ടി വാങ്ങിയ ആദ്യ സംരംഭം തൊഴിലാളികളെ സഹായിക്കാൻ, പ്രത്യേകിച്ച് കൊല്ലത്തുള്ള തൊഴിലാളികളുമായി ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ ഞാൻ സംസാരിക്കുകയുണ്ടായി. രാഷ്ട്രീയമില്ലാത്ത തൊഴിലാളികൾ പോലും മന്ത്രിയുടെ നിലപാടിനെ വലിയ രീതിയിൽ ശ്ലാഘിക്കുകയാണ്. ആ വിഷയത്തിലേക്ക് നമുക്ക് എത്താം. ഇത് ആദ്യം ധാർമ്മികമായി പൊതുപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ പൊതുരംഗത്ത് നിൽക്കുന്നവർ തെറി വിളിക്കുന്നു എന്ന സംസ്കാരം എവിടെ നിന്നുണ്ടായി, അത് തുടച്ചു മാറ്റേണ്ട എന്ന രീതിയിലേക്ക് പോകാം. രണ്ടാമത്തെ ഘട്ടം നമുക്കെത്താം, തോട്ടണ്ടിയുടെ കാര്യത്തിലേക്ക് എത്താം. ശ്രീ ഉഴവൂർ വിജയനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി സുധീരൻ്റെ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. സുധീരൻ്റെ ആ വാക്കുകൾ, സുധീരൻ കല്യാശ്ശേരിയിലെ ഒരു പരിപാടിക്ക് പങ്കെടുത്തതിന് ശേഷം കോൺഗ്രസ് നേതാവിനോട് പറയുന്നത്. കോൺഗ്രസ്സുകാരനാണ്, നമ്മളൊന്നും അറിഞ്ഞിട്ടല്ല, നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. പറയുന്ന വാക്കുകൾ ശ്രീ ഉഴവൂർ വിജയൻ താങ്കൾ കേട്ടല്ലോ. ഇത് പീപ്പിൾ ടിവിയുടെ ക്യാമറയിൽ പതിഞ്ഞതാണ്, നമുക്ക് ലഭിച്ച ശബ്ദങ്ങളുമാണ്. ഇതിനകത്ത് ഒരു മാനിപ്പുലേഷനുമില്ല, കൃത്യമാണ്, നമുക്ക് ലഭിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ധൈര്യമായി താങ്കൾക്ക് പ്രതികരിക്കാം. ഇത്തരത്തിൽ ഒരു പരാമർശം KPCC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഭൂഷണമോ? അതിനെ ഏത് രീതിയിൽ കാണണം? രണ്ട്, ഇന്ന് കേരളത്തിൽ തൊഴിലാളി രംഗത്ത് അടിത്തട്ട് മുതൽ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവ് കൂടിയാണ് ഇന്നത്തെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. അത്തരത്തിലൊരു മന്ത്രിക്കെതിരെ ഇട്ട ഫേസ്ബുക്കിലെ വാചകങ്ങൾ സഹിതമുള്ളത്, അതും വളരെ മ്ലേച്ഛമായതാണ്. എങ്ങനെ കാണണം ഇതിനെ? അതും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ്, ശ്രീ ഉഴവൂർ വിജയൻ. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സമനില തെറ്റിയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. KPCC പ്രസിഡന്റ് VM സുധീരൻ ഇങ്ങനെ പറഞ്ഞു, അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അദ്ദേഹം മാന്യമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്തായിരുന്നാലും ഇപ്പോൾ അദ്ദേഹം, ഞാൻ തെറിവാക്കുകൾ എന്ന് പോലും പറയുന്നില്ല, അസഭ്യമായിട്ടുള്ള വാക്കുകൾ, അതും നായക്കുട്ടിയുമായി ബന്ധപ്പെട്ടുകൂടി പറയുമ്പോൾ ഇപ്പോൾ ഈ നായകൾ ഈ ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ തന്നെ കാരണം കോൺഗ്രസ്സുകാരിൽ നിന്ന് ഇത്തരം വർത്തമാനം, നായ്ക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള വർത്തമാനം പറയുന്നത് കൊണ്ടാണോ എന്ന് സംശയം തോന്നത്തക്ക രീതിയിലാണ് കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോഴാണല്ലോ ഈ ശല്യം ഒക്കെ, നായശല്യമൊക്കെ ഈ നാട്ടിൽ ഉണ്ടായത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു വർത്തമാനം പറഞ്ഞ് ഒരു വ്യക്തിയെ, ഒരു സഹപ്രവർത്തകനെ, ഞങ്ങളൊക്കെ സഹപ്രവർത്തകനെ അഭിസംബോധന ചെയ്യുന്നത്, LDFിലെ ഭൂരിപക്ഷം ആളുകളും മറ്റുള്ള സുഹൃത്തുക്കളെ അഭിസംബോധന ചെയ്യുന്നത് സഖാവേ എന്ന് ചേർത്താണ്, അല്ലെങ്കിൽ സുഹൃത്ത് എന്ന് ചേർത്താണ്. അതിനു പകരമായി ഇങ്ങനെ ഒരു പദപ്രയോഗം സുധീരൻ്റെ ഭാഗത്തു നിന്ന് നടത്തി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനു തന്നെ അത് അപമാനകരമായ കാര്യമാണ്. ഒരു കോൺഗ്രസ്സുകാരൻ, ഗാന്ധിജിയിൽ വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരന് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ കണക്കിന് മുമ്പോട്ട് പോയാൽ KPCCയുടെ നേതൃത്വത്തിൽ ഈ അസഭ്യ വാക്കുകൾ പഠിപ്പിക്കുന്ന ഒരു സ്കൂള് തുടങ്ങി ഇവിടെ K. സുധാകരനെ വല്ലതും കണ്ണൂരിൽ നിന്ന് അതിൻ്റെ പ്രിൻസിപ്പലായി നിയമിക്കേണ്ടതായി വന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ അല്പം ഭംഗിയായി പറയുന്നതുകൊണ്ട്, അല്ലേ ഒന്ന് കളിയാക്കി പറയുന്നതുകൊണ്ട് ഒന്നും ഒരു തെറ്റുമില്ല. നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും കളിയാക്കും, ഓഡിയൻസിലുള്ള ആളുകളെയൊക്കെ കളിയാക്കും. പക്ഷെ അതിന് അതിൻ്റേതായ ഒരു ഭാഷയുണ്ട്. നോക്കടാ നിന്നുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറിക്കിടാ ഷഠ എന്ന് പറയുന്ന ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കാറുള്ളത്. അതിപ്പം നമ്മൾ ഓരോ ജീവികളുടെ പേരാണെങ്കിലും ചിലരെ കൊരങ്ങൻ എന്ന് പറയും, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ലാത്ത നിലയിൽ നല്ല ഭാഷയിൽ അവരെ, എന്നാൽ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അവർക്ക് കൊള്ളേണ്ട രീതിയിൽ കൊള്ളുകയും ചെയ്യും, യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല. ഇത് കുട്ടികൾക്ക് കേൾക്കാൻ പറ്റാത്ത തരത്തിൽ TV തുറന്ന് ചർച്ചയിലോ അതുപോലെ പത്രസമ്മേളനം നടത്തുമ്പോഴോ അവരെ കൊണ്ട് ഇരുത്തിയാൽ അത് വലിയ കുഴപ്പമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് ഈ സംസ്കാരത്തിലൂടെ നാടിനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. അത് നിർഭാഗ്യകരമായ കാര്യമാണ്. AK ആൻ്റണിയൊക്കെ ആ കാര്യത്തിൽ ഒന്ന് ഉപദേശിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കോൺഗ്രസ്സുകാർ മാത്രമല്ല, ആരായിരുന്നാലും മോശമായ ഭാഷയിൽ ചർച്ചകളിൽ പങ്കെടുക്കരുത്, സഹപ്രവർത്തകരോട് പെരുമാറരുത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതാണ് ശ്രീ ഉണ്ണിച്ചെറിയാൻ. ഒരു പക്ഷേ കുറെ കൂടി പിന്നിലേക്ക് പോകേണ്ടതുണ്ട്. ചാര കേസിൻ്റെ ആരോപണം ഉണ്ടായ ഘട്ടത്തിൽ സുധീരൻ
ഒരുപക്ഷെ മന്ത്രിസ്ഥാനം കിട്ടാത്തത് കൊണ്ടാണ് ആ മന്ത്രിസഭയിൽ അത്തരത്തിൽ സുധീരൻ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. പൊതുജനങ്ങളുടെ കൂക്കുവിളി കേൾക്കാത്തവർക്ക് എങ്ങനെ മന്ത്രിസഭയിൽ തുടരാനാകുമെന്ന് പരസ്യമായി കരുണാകരൻ ഇരിക്കുന്ന വേദിയിൽ പ്രതികരിച്ചതൊക്കെ നമുക്ക് ചരിത്രങ്ങളായി എടുക്കാം. അന്നൊക്കെ ഇത്തരത്തിലൊരു അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കുന്നത് സുധീരൻ കൂടി അതിൻ്റെ പക്ഷത്തുണ്ട് എന്നതായിരുന്നു കേരള പൊതുസമൂഹം അത് അംഗീകരിക്കാനുള്ള ഒരു കാരണങ്ങളിലൊന്ന്. കാരണം അത്രയേറെ വലിയ ആദർശ വിഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു വിഗ്രഹത്തിൽ നിന്ന് ഇത്തരത്തിലൊരു വാക്ക് പ്രതീക്ഷിക്കാമോ? ഒപ്പം ഇന്ന് മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെയും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ, അതും സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ഒരാൾ, ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്നു. VM സുധീരൻ്റെ കാര്യം പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ എനിക്ക് തോന്നുന്നു ഒരു പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ അഴിമതിക്കെതിരെ ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇത്രയും സ്വീകാര്യനായ മറ്റൊരാളുണ്ടാവാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വേറെയാണ്. എങ്കിൽ പോലും VM സുധീരൻ പൊതുവെ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ സ്വന്തം കസേരയ്ക്ക് വേണ്ടിയിട്ടോ അവനവൻ്റെ സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യാറില്ല എന്നോ, അത് മാത്രമല്ല ഇതുവരെ ഒരു അഴിമതി ആരോപണത്തിൽ പെടാത്ത അപൂർവം കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ് സുധീരൻ. സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർ ഒരു റോൾ മോഡലായിട്ട് സ്വീകരിക്കേണ്ട ഒരാളാണ് അദ്ദേഹം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിലുള്ള നിലപാടുകൾ, പൊതു കാര്യങ്ങളിലുള്ള നിലപാടുകളിലൊക്കെ അതുള്ളതാണ്. ഇപ്പം ഇതിപ്പോൾ നമ്മളിത് കണ്ടു കേട്ടു, കണ്ടതും കേട്ടതും പിന്നെ അത് ഇല്ല എന്ന് പറയുന്നതിലും കാര്യമില്ല. അപ്പോൾ VM സുധീരനെ പോലെ ഒരാൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് പോലുള്ള ഒരു ജനാധിപത്യ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ആ പാർട്ടിക്കാരനാണെന്നാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. എനിക്ക് ആളെ അറിയില്ല. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ പാർട്ടിക്കാരനായിരിക്കാം. അപ്പോൾ അയാളോട് മിണ്ടരുത് എന്ന് പറയുക പിന്നെ അത് തന്നെ പിന്നെ തീർച്ചയായിട്ടും ഒരു നേതാവിൻ്റെ അണി ഒരു പരാതി പറയുമ്പോൾ മിണ്ടരുത് എന്നൊക്കെ പറയുന്നത് ഏത് തരത്തിലായാലും, പ്രത്യേകിച്ച് കോൺഗ്രസ് പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ സുധീരൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ആശയത്തിന് ഒരു തരത്തിലും യോജിക്കുന്നതല്ല. ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സുധീരനെ പോലും ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പിന്നെ ഇത് എവിടെയാണ് ചെന്നെത്താനുള്ളതെന്നുള്ളതാണ് നമ്മൾ പേടിക്കേണ്ടത്. കാരണം എല്ലാ കാലത്തും നല്ല പക്വത കാണിച്ചിട്ടുള്ള കരുണാകരനുമായിട്ടുള്ള സ്ഥിരമായ സംഘർഷങ്ങളുടെ കാലത്തൊക്കെ, സ്പീക്കറായിരുന്ന കാലത്തുള്ള സംഘർഷങ്ങളുടെ കാലത്ത് പോലും അങ്ങനെ അനാവശ്യമായൊരു വാക്ക് എന്തെങ്കിലും സുധീരൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ സുധീരൻ പോലും ഇങ്ങനെ പറയുന്നൊരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയെങ്കിൽ അത് വലിയ അപകടമാണ്. ഈ ശ്രീ ഒഴവൂർ വിജയൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് ആ ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ സുധീരൻ പോലും ഒരു വഴി കാണിച്ചു കൊടുക്കാനില്ലെങ്കിൽ അതൊരു അപകടമാണ്. രണ്ടാമത്തെ ആൾ ഈ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ സംസാരിച്ചു എന്നല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് പറയുന്ന ആൾ, ആ ആളെ നമുക്ക് വിടാം. എന്നെ ഞെട്ടിപ്പിക്കുന്നത് ആ ആൾ VD സതീശൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിലെ രണ്ടാമത്തെ വിഗ്രഹം ഉറപ്പായിട്ടും, ഞാൻ KPCC വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് പറയല്ല, രണ്ടാമത്തെ വിഗ്രഹം VD സതീശൻ തന്നെയാണ്. അദ്ദേഹം ഈ പറഞ്ഞ അഴിമതിക്കെതിരെ പോരാടുന്ന വ്യക്തമായ നിലപാടുകളുള്ള ഉറച്ച ഒരു നട്ടലുള്ള കോൺഗ്രസ്സുകാരനെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ് ശ്രീ VD സതീശൻ. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നൊരു സ്റ്റാഫ്. പക്ഷേ നട്ടലുള്ള ആൾക്ക് ചേർന്നതാണോ? അദ്ദേഹം അല്ല ചെയ്തെങ്കിൽ പോലും തീർച്ചയായിട്ടും അതാണ് വളരെ അത്ഭുതകരം. അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫിനോട് ധാർമ്മികമായി VD സതീശൻ അത് ഉത്തരം പറയണം, തീർച്ചയായിട്ടും പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ആണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാഫിന് എന്തും ചെയ്യാമെന്ന് വരാൻ പറ്റില്ലല്ലോ. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിക്കെതിരെ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അയാൾ. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട ഒരു പരാമർശം നടത്താൻ ഒരധികാരം അയാൾക്കില്ല. അത് അങ്ങേയറ്റത്തെ ക്രമവിരുദ്ധമായിട്ടുള്ള ഇടപാടാണ്. അത് അങ്ങേയറ്റം കുറ്റകരമാണ്. അതാണ് ഫക്രുദ്ദീൻ. വലിയ ഷാർപ്പായ സാമൂഹ്യ നിരീക്ഷണം തന്നെ ഈ കാര്യത്തിൽ വേണ്ടതുണ്ട്. അതായത് സുധീരനെ പോലെ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ രണ്ടാം സുധീരൻ എന്നൊക്കെ ഒരു പക്ഷേ അനൗദ്യോഗികമായി പറയുന്ന VD സതീശൻ്റെ ഓഫീസിലെ അറ്റൻഡർ. ശ്രദ്ധിക്കുക, VD സതീശനാണ് നിയമസഭയിൽ ഇത്തരത്തിലൊരു ആരോപണം മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ നിസാർ എന്ന വ്യക്തി ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നുള്ളത് അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപക്ഷെ സഭ്യതയുടെ ഭാഷ ആണ് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് വശമുള്ളത് കൊണ്ട് അവർ അത് പറയാതിരിക്കുകയായിരിക്കും. പക്ഷേ എങ്കിൽ പോലും നമുക്ക് തോന്നുന്നില്ലേ ചില പൊതുജനം ഇതെന്ത് പൊതുബോധത്തെയാണ് സൃഷ്ടിക്കുന്നത്? ഇത് അത്ര എളുപ്പം പറഞ്ഞു തീർക്കാവുന്ന സുധീരനെയോ അല്ലെങ്കിൽ VD സതീശനെ കുറ്റം പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിഷയമല്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് ടീച്ചറുടെ വിഷയത്തിൽ തന്നെ എടുക്കാം. ഈ സംഭവം ഫേസ്ബുക്ക് എന്ന് വെച്ചാൽ ആർക്കും എന്തും പറയാനുള്ള ഏറ്റവും കൂടുതൽ തെറി പറയുന്ന ഒരിടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടോയ്ലറ്റ് സാഹിത്യം തൊട്ട് ഉദാത്ത സാഹിത്യം വരെ വരുന്ന സംഭവമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സാണ് എന്തെങ്കിലും പറഞ്ഞ ടീച്ചർ സൈബർ കംപ്ലൈൻറ്റ് പണ്ട് സിന്ധു ജോയി കൊടുത്ത പോലെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അത് പിന്നെ അങ്ങനെ തീർക്കാം. പക്ഷേ ഇതല്ല. VD സതീശൻ്റെ ഒരു സ്റ്റാഫ് ആയതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം VD സതീശനുണ്ട്. അയാളെ പുറത്താക്കേണ്ട കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം VD സതീശൻ, എസ്പെഷ്യലി VD സതീശൻ വന്നിട്ടില്ല. അപ്പോൾ ടീച്ചർ അതിന് VD സതീശനായിട്ട് കണക്ഷൻ കാണുന്നില്ല. ഇപ്പം ഞാനും കാണുന്നില്ല. കാരണം VD സതീശൻ അങ്ങനെ തരുന്നതിൻ്റെ ഒരു ആവശ്യമില്ല. VD സതീശൻ അദ്ദേഹത്തിൻ്റെ സ്പേസ് ഉണ്ട്. പക്ഷേ VD സതീശൻ ഇങ്ങനെ ഒരു ചില പ്രശ്നങ്ങൾ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഡയറക്റ്റായി സതീശനായിട്ട് കണക്റ്റഡ് ആകുക. അത് സതീശൻ നേരിട്ട് ഇടപെടേണ്ട ഒരു വിഷയമാണ്. രണ്ട്,
രണ്ട്, ഈ ഇത്തരം സംസ്കാരം അധപതനമുള്ളവരെയാണോ വി.ഡി. സതീശൻ തന്റെ സ്റ്റാഫായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അല്ല, ഇത് ഒരു പ്രോബ്ലം നമുക്ക് യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അല്ല, ഇത് നമുക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരാളങ്ങ് പിന്നെ ഈ താഴ്ത്തി കെട്ടാനൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ സ്റ്റാഫിനൊക്കെ നിയമിക്കുക എല്ലാ കാര്യവും ചൂന്ന് നോക്കിയിട്ടൊന്നും അങ്ങനെ ഒരാൾ ഏത് സാഹചര്യത്തിൽ മനുഷ്യരെല്ലാവർക്കും ഒരു മൃഗവാസന ഈ പറഞ്ഞ വാസനകളും എല്ലാം ഉണ്ട്. ഇതെല്ലാം ചൂന്ന് നോക്കി ലിറ്റ്മസ് ടെസ്റ്റ് നടത്തിയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. തെറ്റ് കണ്ടാൽ അന്നപ്പോൾ അത് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ കാര്യം, ഇതുവരെയും ഇത്തരത്തിലൊരു പ്രതികരണം വന്നിട്ട് വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്നോ സുധീരന്റെ ഭാഗത്തുനിന്നോ കേൾക്കൂ. നെഹ്റു ഒക്കെ പറഞ്ഞത് സഹിഷ്ണുത എന്നാൽ നമ്മളെ അനുകൂലിക്കുന്നവരോട് മാത്രമുള്ളതല്ല, എതിർക്കുന്നവരോട് കൂടിയുള്ളതാണ് എന്നാണ്. ഈ നെഹ്റുവിനെയൊക്കെ നാഴികക്ക് 40 വട്ടം പറയുകയും വലിയ ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുകയും ചെയ്യുന്ന കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ്, ആദർശ വിഗ്രഹം, KPCC പ്രസിഡന്റ് പറയുകയാണ് മിണ്ടരുത്. അതിനുശേഷം പറയുന്നത് ബീപ് ശബ്ദത്തിലല്ലാതെ എനിക്ക് പറയാനാണ്. അജിത് സാർ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. അതായത് ഞാൻ ആ രീതി നമുക്ക് പെരിഫറലായി ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത്. ഇത് സംഭവം ചെറുതാണെന്ന് തോന്നുന്നത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ മുകളിലുള്ള ഭാഗം ഐസ്ബർഗ് താഴെ കിടക്കുന്നുണ്ട്. ഏത് സമൂഹത്തിൻ്റെയും സംസാര രീതികളും അഭിസംബോധന രീതികളും സംസ്കാരത്തെയും ഒക്കെ അത്യന്തികമായി സ്വാധീനിക്കുന്നത് മാനസികമായ ആ സമൂഹം എത്രത്തോളം വളർന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിൽ ഒരു മാനസിക വളർച്ച നമ്മുടെ സമൂഹത്തിന് എത്തിയിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും കൺക്ലൂഡ് ചെയ്തോട്ടെ. കാരണം നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളും പലപ്പോഴും ഉന്നയിക്കുന്ന പിന്നെ മുദ്രാവാക്യം, ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പലപ്പോഴും പോലീസ് പട്ടി പൂച്ച, പോലീസ് നമ്മൾ ഈ കേരളത്തെ പോലീസ് ഏറ്റവും നല്ല പോലീസ് പട്ടി പൂച്ച വിളിക്കാത്ത ഒരു രാഷ്ട്രീയക്കാരൻ ഇവിടെ ഉണ്ടാവില്ല. രണ്ട്, സരിതാ കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്ത്, ഉണ്ണിത്താൻ ചേട്ടൻ്റെ കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് ചില പോസ്റ്ററുകൾ, അതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നമ്മളെ മലയാളി എത്രത്തോളം രാഷ്ട്രീയ മതഭേദമന്യേ മലയാളി എത്രത്തോളം വളർന്നു എന്നുള്ള ഇൻഡിക്കേറ്ററാണ്. ആ ഒരു ആ ഒരു മെനുവിൽ വെച്ച് വേണം നമ്മൾ ഇതിൻ്റെ ന്യായാന്യായങ്ങൾ ചർച്ച ചെയ്യാനും അന്തിമമായി വിധിക്കേണ്ടത്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗമായിട്ടിരുന്നിട്ടുള്ളവർ, അല്ലെങ്കിൽ സർക്കാർ എന്നാൽ ജനമാണ്, ഒരുപക്ഷെ അതിന് അധികാരം വേണമെന്നില്ല, അത്തരത്തിലൊരു വലിയ പോസ്റ്റിലിരിക്കുന്നവരാണ് KPCC പ്രസിഡന്റ് ആകട്ടെ, വൈസ് പ്രസിഡന്റ് ആകട്ടെ, അങ്ങനെയുള്ളവർ. അവരുടെ സ്റ്റാഫ് പറയുന്നതിൻ്റെയും ധാർമ്മികമായ ഉത്തരവാദിത്വം അവരിലേക്ക് എത്തപ്പെടുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അല്ലെങ്കിൽ ജോപ്പൻ രാജിവെക്കേണ്ട ഞാനൊരു കാര്യം, ഈ ധാർമ്മിക ഉത്തരവാദിത്വം ഈ സ്പെസിഫിക് ആയ കേസിൽ അദ്ദേഹത്തിൽ എത്തുന്നില്ല ഞാനും പറഞ്ഞത്. അത് സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള പോയത്. മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ എന്താണ് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വി.ഡി. സതീശന്റെ ഓഫീസിലെ അറ്റൻഡർ ഇട്ടത്? അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഉണ്ടായത്? ഇതൊക്കെ നമുക്ക് വാർത്തയായി തന്നെ കാണാം. ആ വാർത്തയിലേക്ക് ആദ്യം. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ തോട്ടണ്ടി ഇറക്കുമതിയിൽ 10 കോടിയുടെ അഴിമതി നടത്തി കശുവണ്ടിയെ കാശുവണ്ടിയാക്കിയ വിപ്ലവകാരി സഖാവ് അണ്ടിക്കുഞ്ഞമ്മ തുടങ്ങിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് വി.ഡി. സതീശൻ ചെയർമാനായ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ഓഫീസിലെ അറ്റൻഡറായ നിസാർ പേരൂർക്കടയുടേത്. സർക്കാർ ശമ്പളം പറ്റുന്ന ഇയാളുടെ പോസ്റ്റ് മന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നവയാണ്. നിയമസഭയിൽ വി.ഡി. സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾ നിസാർ ഏറ്റുപിടിച്ചാണ് സർക്കാരിനെതിരെ നിലവിലുള്ള പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സർക്കാരിനെയും മന്ത്രിയെയും അപകീർത്തിപ്പെടുത്തിയത്. തന്നെയും സർക്കാരിനെയും ആക്ഷേപിച്ച നിസാറിനെതിരെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പോലീസിന് പരാതി നൽകി. സർക്കാർ ഉദ്യോഗസ്ഥന് കോഡ് ഓഫ് കോണ്ടാക്ട് ബാധകമാണ്. അവന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യത്തിന് വ്യക്തിഹത്യ നടത്തുന്ന ആക്ഷേപം ഉന്നയിച്ചാൽ അവൻ മറുപടി പറയേണ്ടി വരും, ആരാണെങ്കിലും. അത് കൃത്യമായി അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. സൈബർ സെല്ലിന് ഞാനിപ്പോൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ സോളാർ അഴിമതിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അന്ന് നടപടി സ്വീകരിച്ചിരുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തീർച്ചയായും ഒരിക്കൽ കൂടി മിനിസ്റ്ററിലേക്ക്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, അത്തരത്തിൽ, അതായത് ഗിനി ബസാവോയിൽ നിന്ന് ഈ ടെൻഡർ വഴി തോട്ടണ്ടി വാങ്ങുക, തളർന്നു കിടന്ന കശുവണ്ടി മേഖലയെ പുനരുദ്ധരിക്കുക, താങ്കളുടെ തന്നെ പ്രവൃത്തി മണ്ഡലമായതുകൊണ്ട് വളരെ വൈകാരിക അടുപ്പത്തോടു കൂടി വളരെ സഹായകരമായ പല നടപടികളും ചെയ്യുക എന്നതായിരുന്നു ഈ പരിപാടികളിലൂടെയൊക്കെ സാധ്യമായത്. ഇതിനെതിരെ ഉയർത്തിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ചിരി വരുത്തുന്ന ഒന്നാണ് എന്നാണ് കശുവണ്ടി മേഖലയിലെ ഒരാൾ ഇന്ന് എന്നോട് പ്രതികരിക്കുകയും ചെയ്തത്. വി.ഡി. സതീശൻ നിയമസഭയിൽ ഉന്നയിച്ച ആ ആരോപണവും അതിനെ തുടർന്നുണ്ടായ ഈ അശ്ലീല വർഷത്തിലും ആ കാര്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എന്താണ് സംഭവിച്ചത്? ആരോപണത്തിൻ്റെ കഴമ്പില്ലായ്മ ബോധ്യമാക്കുന്നത്. അതെ, ഞാൻ ആദ്യം സുധീരൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ സതീശനെ കുറിച്ചും എനിക്കൊരു മുൻവിധി ഉണ്ടായിരുന്നു. അയാളെ കുറച്ച് മര്യാദക്കാരൻ, കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായൊരു മുഖമുള്ള ഒരാൾ എന്നൊക്കെയായിരുന്നു എൻ്റെയും ധാരണ. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിൻ്റെ ഒരു കഴമ്പില്ലായ്മ ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്? അത്
അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും അത്ര ഷാർപ്പായി പ്രതികരിച്ചത്. പിറ്റേന്ന് പക്ഷേ ഗവൺമെൻറ് ഉത്തരവ് കാട്ടിയാണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നത്. എന്താണ് ഈ ഗവൺമെൻറ് ഉത്തരവ്? അവിടെയാണ് നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ഒരു 9-10 മാസമായി കൊല്ലം ജില്ലയിൽ കശുവണ്ടി തൊഴിലാളികളാകെ മുഖാമുഖം അവർ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ദുരിതം അനുഭവിക്കുകയായിരുന്നു. കൂലി പുതുക്കിയതിൻ്റെ ഭാഗമായി കൂലി കൊടുക്കാൻ കഴിയാതിരിക്കുക എന്നത് മാത്രമല്ല, കാർഷിക കോർപ്പറേഷൻ അടച്ചിട്ടുകൊണ്ട് കൂലി കൊടുക്കാതിരിക്കുന്ന മുതലാളിമാരെ സപ്പോർട്ട് ചെയ്തു. ഈ അവസരം ഉപയോഗിച്ച് മുതലാളിമാർ മുഴുവൻ സ്വകാര്യ ഫാക്ടറി അടച്ചിട്ട് പ്രോസസ്സ് നടക്കാതിരുന്നില്ല, എല്ലാം സ്വകാര്യമായി കുടിവെറുപ്പ് രീതിയിൽ പോയി. 10-20 വർഷക്കാലത്തിന് ഇടയിലുള്ള ഏറ്റവും വലിയ ദുരന്തത്തിനാണ് തൊഴിലാളി സാക്ഷ്യം വഹിച്ചത്. മുഴുവൻ തൊഴിലാളി അവരുടെ ജീവിതത്തിൽ ഇത്ര ദുരിതം അനുഭവിച്ചിട്ടുണ്ടായില്ല. എനിക്ക് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ബോധ്യപ്പെട്ടത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തൊഴിലാളികൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി നടക്കുകയായിരുന്നു. ഇടയ്ക്ക് ഞാനിങ്ങനെ പോകുന്ന വഴി കൂട്ടമായി തൊഴിലാളി പോകുന്നു. തിരക്കിപ്പോൾ അതിനകത്ത് INTUC ഉണ്ട്, CIT ഉണ്ട്, AITUC ഉണ്ട്, എല്ലാവരും ഒരുമിച്ച് പോവുകയാണ്. കൺവീനർമാർ ഒരുമിച്ച് ക്യാമ്പയിൻ ചെയ്യുകയാണ്, എങ്ങനെയും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വരണം, അപ്പോൾ ഞാൻ എങ്ങനെയും ജയിക്കണം. അവർക്ക് നിർബന്ധമായിരുന്നു, ഇടതുമുന്നണി വന്നാൽ ഫാക്ടറി തുറക്കും, അവരെ സംരക്ഷിക്കും, അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് എങ്ങനെയും ജയിപ്പിക്കുക എന്നുള്ളത് തൊഴിലാളികൾ ഏറ്റെടുത്തതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ആ തൊഴിലാളികളെ നേരിട്ട് കാണുന്ന ഞാൻ തൊഴിലാളികളുടെ ഭാഗമായി അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നിരന്തരമായി പോരാട്ടം നടത്തുന്ന എനിക്ക് നിർബന്ധ ബുദ്ധിയുള്ളതാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ കൃത്യമായി അവരുടെ പാർട്ടി ആ ചുമതല എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. ഫാക്ടറി തുറക്കുക എന്നതാണ് എൻ്റെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ ഉണ്ടായ കോർപ്പറേഷൻ കൊടിയ അഴിമതിയാണ്. ഞാൻ എൻ്റെ വിശദാംശമൊന്നും ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ തോട്ടണ്ടി വാങ്ങാൻ പാടില്ല എന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നിയോഗിച്ച എക്സ്പേർട്ട് കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. അതിനകത്ത് കൃത്യമായി ഈ ടെൻഡർ പോകണം. കഴിഞ്ഞ 5 വർഷവും ഒരാളുടെ നിന്നാണ് തോട്ടണ്ടി വാങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷവും ഒരേ വ്യക്തികളെ കൊണ്ടാണ് കട്ടിംഗ് ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. ആ തോട്ടണ്ടി വാങ്ങുമ്പോൾ അവർ പറയുന്ന അതേ ഔട്ട്ലൈൻ തന്നെയാണ് കട്ടിംഗ് ടെസ്റ്റ് കഴിയുമ്പോഴും വരുന്നത്. പക്ഷേ തോട്ടണ്ടി അതിൻ്റെ പരിപ്പെടുത്ത് നോക്കുമ്പോൾ വളരെ വലിയ വ്യത്യാസമാണ്. ഈ തരത്തിലൊരു ആസൂത്രിതമായ തട്ടിപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ ഈ ടെൻഡർ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധമാണ്. ഈ ടെൻഡർ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ആളുകൾക്ക് കൊടുക്കാൻ കഴിയരുത്. ഈ ടെൻഡറിൽ കൂടി ഏറ്റവും ലോവസ്റ്റായി വരുന്നത് ആരോ അവർക്ക് കൊടുക്കുക, അവർക്ക് കൊട്ടേഷൻ കൊടുക്കാൻ കഴിയണം. ഇതായിരുന്നു വ്യവസ്ഥ. ഈ ഗവൺമെൻറ് വന്ന് 4 ഉത്തരവുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയത്. ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊക്കെ നിരാഹാരം കിടന്നതിൻ്റെ ഭാഗമായി അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 30 കോടി രൂപ കൊടുത്തിരുന്നു. അവർ ആ കാലത്ത് 2 ടെൻഡർ വിളിച്ചു, ഒരാൾ ടെൻഡറിൽ പങ്കെടുത്തില്ല. അപ്പോൾ ഈ ടെൻഡർ വേണമെന്ന് പറയുമ്പോൾ ഈ ടെൻഡറിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഉറപ്പാക്കാതെ വിളിച്ചതുകൊണ്ടാണ് ആരും പങ്കെടുക്കാതിരുന്നത്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നപ്പോഴും 2 പ്രാവശ്യം ടെൻഡർ ചെയ്തു, ഒരാൾ പങ്കെടുത്തില്ല. എന്തേ പങ്കെടുക്കാത്തത് നമ്മൾ അന്വേഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് അത്യാവശ്യം വേണ്ട നടപടിക്രമങ്ങൾ സുതാര്യമായി ചെയ്യാൻ കഴിയേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ടെൻഡറിൽ സോഫ്റ്റ്വെയർ തയ്യാറാക്കി IT മിഷനെ അടക്കം ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ആദ്യ വ്യവസായികളെ തന്നെ വിളിച്ചു ചേർത്തു. കൊല്ലത്തെ വ്യവസായികളെ വിളിച്ചു ചേർത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല? അപ്പോൾ പല കാരണമുണ്ട്, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ചിലരെങ്കിലും പറഞ്ഞു ഞങ്ങൾ ടെൻഡറിൽ പങ്കെടുക്കുമ്പോൾ അത് ഡിസ്ക്വാളിഫൈ ചെയ്ത് പോയി. അതെന്തേ എന്നുള്ളത് IT മിഷനെ വിളിച്ച് സംസാരിച്ചു. അപ്പോഴാണ് ചില നടപടിക്രമങ്ങളിലുള്ള പരിചയമില്ലായ്മ, അതുമായി ബന്ധപ്പെട്ട വ്യക്തതയില്ലായ്മ പല കാരണങ്ങളിൽ ഡിസ്ക്വാളിഫൈ ചെയ്തതിന് കാരണമാക്കുന്നു. അതിന് ആദ്യം ഒരു ഉത്തരവിറക്കി, രണ്ടാമതൊരു ഉത്തരവ് അത്യാവശ്യം മോഡിഫിക്കേഷൻ നടത്തി, എന്നിട്ടും ആൾ പങ്കെടുക്കുന്നില്ല. മൂന്നാമത് IT മിഷനോട് പറഞ്ഞു അവർക്ക് മാത്രം ഇത് കഴിയില്ല, അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് NICയെ കൂടെ വിളിക്കണം. ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് NICയെ വിളിപ്പിച്ചു. NICയും IT മിഷനും ബന്ധപ്പെട്ട ഫിനാൻസ് സെക്രട്ടറി അടക്കമുള്ളവർ മണിക്കൂറുകൾ ഇരുന്നാണ് പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത്. അപ്പോൾ ഏത് തരത്തിലും ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യവസ്ഥകളെ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞുകൊണ്ട് 22/7/2016 ഉത്തരവിറക്കുന്നു. ആ ഉത്തരവിൽ കാർഷിക കോർപ്പറേഷൻ്റെ അന്നത്തെ MD, ഇപ്പോൾ അദ്ദേഹം കാസർഗോഡ് കളക്ടറാണ്, അന്നത്തെ MD പറഞ്ഞു ഞങ്ങൾ കോട്ട് ചെയ്യുമ്പോൾ ഒറ്റ ടെൻഡറേ വന്നുള്ളൂ, ആ ഒരു ടെൻഡർ വെച്ച് കൊടുക്കാൻ കഴിയില്ല. അതുമല്ല അന്നത്തെ മാർക്കറ്റ് റേറ്റുമായി തട്ടിച്ച് നോക്കുമ്പോൾ അത് വളരെ ഉയർന്നതാണ്. ക്വാളിറ്റി എടുത്ത് നോക്കുമ്പോഴും അത് 3ാം ക്രോപ്പാണ്. ഈ കാരണത്താൽ ഇത് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ടെൻഡറിൽ ഒരു വെറൈറ്റി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന സ്ഥിതി ഉള്ളതുകൊണ്ട് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തി ഏത് വെറൈറ്റിക്കും ടെൻഡറിൽ പങ്കെടുക്കാവുന്ന തരത്തിലേക്കും, അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന തോട്ടണ്ടി ഈ സീസൺ കഴിഞ്ഞ കാരണത്താൽ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ നാട്ടിൽ നിന്നൊരാൾ കോട്ട് ചെയ്താൽ ആ തോട്ടണ്ടി വാങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള വ്യവസ്ഥകളും സോഫ്റ്റ്വെയറിൽ കൊള്ളിച്ചു. ആ സോഫ്റ്റ്വെയറിൻ്റെ വർത്തമാനം എടുത്താണ് നിയമസഭയിൽ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞത്. അത് ഒരു കാര്യം കൂടി മിനിസ്റ്റർ, ഒരു കാര്യം കൂടി. അതായത്
115 രൂപയ്ക്ക് എടുക്കേണ്ടത് 152 രൂപയ്ക്ക് എടുത്തു. ഒരുപക്ഷെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔട്ട് എന്ന് പറഞ്ഞാൽ തോട്ടണ്ടി കശുവണ്ടിയാക്കി മാറ്റുന്ന ആ പരിപ്പ്, അതാണ് സാധാരണക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് അറിയാവുന്ന രീതി. അങ്ങനെ പരിപ്പാകുമ്പോൾ നഷ്ടപ്പെടുന്ന തൂക്കം പരമാവധി കുറയ്ക്കുന്ന തരത്തിൽ, അതായത് തോട്ടണ്ടിയിൽ നിന്ന് പരിപ്പാകുമ്പോൾ അത് പരമാവധി പരിപ്പ് കിട്ടുക എന്നതാണ് ഉദ്ദേശം. അതായിരിക്കും ഒരുപക്ഷെ ഈ 115ഉം 152ഉം തമ്മിലുള്ള ആരോപണ വ്യത്യാസം. അതുകൂടി ഒന്ന് വിശദീകരിക്കാമോ? ഇല്ല, അതും തെറ്റിദ്ധരിപ്പിച്ചതാണ്. കോർപ്പറേഷന് അദ്ദേഹം പറഞ്ഞു 10 ദിവസത്തോളം വേറെ കാപ്പെക്സ് വിളിച്ചതിനെയും കോർപ്പറേഷനെയും കൂടെ അദ്ദേഹം മിക്സ് ചെയ്യുകയാണ്. വളരെ കുടിലമായിട്ടാണ് ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. എന്ന് വെച്ചാൽ സത്യസന്ധമല്ല താൻ പറയുന്നതെന്ന് ഉത്തമ ബോധ്യമുള്ള സതീശൻ തെറ്റിദ്ധാരണ ജനങ്ങളിൽ പരത്താൻ ആസൂത്രിതമായി വളഞ്ഞ വഴി സ്വീകരിക്കുക ചെയ്തത്. കോർപ്പറേഷൻ 22-ന് ടെൻഡർ ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യുന്നത് 30/8 മാത്രമാണ്. 30/8 4/9 അങ്ങനെയാണ്. ഒരു മാസത്തിന് ശേഷമാണ്. ഒരു മാസത്തിന് ശേഷം ടെൻഡർ ചെയ്തത് മുമ്പ് ചെയ്ത ഒരു താരതമ്യമാണ് ഇവിടെ വരുത്തുന്നത്. കാപ്പെക്സ് ടെൻഡർ ചെയ്യുന്നത് വേറെ. ആ 2000 പ്രോസസ് ചെയ്തിട്ട് തോട്ടണ്ടിയുടെ വില മാറുന്നു. പരിപ്പിൻ്റെ വിലയും തോട്ടണ്ടിയുടെ വിലയുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. ഞാൻ എവിടെയും കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഏതാനും നാളുകൾക്കുള്ളിലെ തോട്ടണ്ടിയുടെ വില മാത്രം എടുത്തുകൊണ്ട് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇന്ന് തോട്ടണ്ടി വാങ്ങുമ്പോൾ ഇന്നത്തെ പരിപ്പിൻ്റെ വിലയുമായി താരതമ്യപ്പെടുത്തി എടുക്കേണ്ടത്. തോട്ടണ്ടി വാങ്ങി പ്രോസസ്സ് ചെയ്യുമ്പോൾ വന്ന നഷ്ടത്തിൻ്റെ തോതെന്ത്, ഇതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പറയുന്ന ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ഇടയാകേണ്ടത്. ഇവിടെ അതല്ല. 1-2 മാസത്തിനിടെയുള്ള മൊത്തം വാല്യൂ എടുത്തിട്ട് അതിൽ വരുന്ന വ്യത്യാസത്തെ എടുത്ത് അതിൽ അഴിമതി ആരോപിക്കുക എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് കഴിയാത്ത കാര്യം. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ മിനിസ്റ്റർ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ കുടില ബുദ്ധി ഇത്തരത്തിൽ വെറും അടിസ്ഥാനരഹിതമായ, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ അബദ്ധജടിലമാണ് എന്ന് തോന്നുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യത്തെ ആരോപണമായി സഭയിൽ ഉന്നയിക്കുന്ന കുടില ബുദ്ധിയാണ് വി.ഡി. സതീശൻ ഉപയോഗിച്ചതെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നിലും വി.ഡി. സതീശൻ ഉണ്ട് എന്ന കാര്യത്തെ സംബന്ധിച്ച് താങ്കൾ എന്തിനു സംശയിക്കുന്നു? ഇപ്പൊ കുടിലമായിട്ടൊക്കെ പറഞ്ഞുവെങ്കിൽ ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നതിൽ സതീശൻ അവിടം വരെ താഴുമോ എന്നെനിക്കൊരു സംശയം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ധാർമ്മികമായി എന്തും പറയാം. പക്ഷെ ഞാൻ ഇപ്പൊ കരുതുന്നത് ഈ പറയുന്ന ഇത്തരം ആളുകളെയാണ് സതീശൻ വെച്ചിരിക്കുന്നത്. ഇത്തരം ആളുകളിൽ നിന്നാണ് സതീശൻ ഉപദേശം തേടുന്നത്. ഇതൊക്കെ വസ്തുതയാണ്. പക്ഷേ ഈ ഭാഷ സതീശൻ്റെതാണ് എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഒരു അറ്റൻഡറായ ആൾ, വി.ഡി. സതീശൻ നിയമിച്ച ആൾ, ഇത്തരത്തിൽ തൻ്റെ സ്റ്റാഫിനുള്ളിൽ പെടുത്തിയ ഒരാൾ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അത് വി.ഡി. സതീശൻ കാണാതിരിക്കും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം അത്രത്തോളം താഴ്ന്നു എന്ന് ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നാണ് എനിക്ക് നിഗമനത്തിലെത്തേണ്ടത്. ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്താക്കിയാൽ അദ്ദേഹത്തിൻ്റെ സതുദ്ദേശം ഞാൻ മാനിക്കും. അല്ലാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് രംഗത്ത് വന്നാൽ സതീശൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് എനിക്ക് കരുതേണ്ടി വരും. ശരി, ധാർമ്മികമായോ സതീശന് ഇതിന് ഉത്തരം പറയേണ്ടതില്ലേ? അതെ, ധാർമ്മികമായ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്റ്റാഫ് ഇത്രമാത്രം മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം സതീശൻ തന്നെയാണ്. അത് വേറൊരാൾക്ക് ഉത്തരവാദിത്വം എടുക്കാൻ പറ്റില്ല. പക്ഷേ സതീശൻ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഞാൻ കാതോർക്കുകയാണ്. ശരി, തീർച്ചയായും സതീശന്റെ പ്രതികരണത്തിന് മിനിസ്റ്റർ കാതോർക്കുന്നു എന്നത് കൂടി ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ പരസ്യമായി പറയുകയാണ്. തീർച്ചയായും വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ ആവോ. നമുക്ക് എന്തായാലും ഒരു ഇടവേളയ്ക്ക് പോയതിനു ശേഷം സുധീരന്റെ അസഭ്യവർഷത്തെ സംബന്ധിച്ച് കൂടി ചർച്ചയിൽ കൂടുതൽ സജീവമാക്കാം. ചർച്ച അതിൻ്റെ രണ്ടാമത്തെ ദിശയിലേക്ക് പോകുമ്പോൾ വി.ഡി. സതീശന്റെ ഓഫീസിലെ സ്റ്റാഫ് വി.ഡി. സതീശൻ പറഞ്ഞ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിലാകട്ടെ അസഭ്യവർഷങ്ങൾ നിറച്ചിരിക്കുന്നു. അതും ഒരു പൊതുപ്രവർത്തകയ്ക്ക്, ഒരു മന്ത്രിക്കെതിരെ എന്നുള്ളത്, ഒരു സ്ത്രീക്കെതിരെ എന്നുള്ളത് വളരെ ഗൗരവവും ഗുരുതരവുമാണ്. ഒപ്പം ഇതിന് പിൻബലം നൽകുന്നത് തന്നെയാണ് സുധീരന്റെ വാക്കുകളും. ആ വാക്കുകൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി. കോൺഗ്രസ്സുകാരനാണ്. നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലോ, നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. മോശമായിട്ടല്ലോ. ഹോ, ശ്രീ ഉഴവൂർ വിജയൻ, അതായത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ചൻ നമ്പ്യാരുണ്ട്, സഞ്ജയനുണ്ട്, അങ്ങനെ ഒരുപാട് ആക്ഷേപഹാസ്യം, താങ്കൾ തന്നെ ആക്ഷേപഹാസ്യത്തിലൂടെ വളരെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷേ അങ്ങനെയൊക്കെ വിമർശനങ്ങൾക്ക് സാധ്യതകൾ ഉള്ളപ്പോൾ എന്തിന് ഇങ്ങനെ ഒരു അസഭ്യം, ഇങ്ങനെ ഒരു തെറി, അതും KPCC പ്രസിഡന്റ്, എത്രയോ പേരിരുന്ന കസേരയാണത്, പരസ്യമായി പൊതുപ്രവർത്തകനോട്, ഒരു കോൺഗ്രസ്സുകാരനോട് തന്നെ പറയുകയാണ്.
ജിംഷാ, ഇതിൽ KPC പ്രസിഡന്റ് സുധീരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ഒരു വിഷയമായി കാണുന്നത്. എന്നുവെച്ചാൽ ഇവരൊക്കെ പറയുന്നിടത്ത് ഇടതുപക്ഷക്കാരാണ് മോശമായ ഭാഷ ഉപയോഗിക്കുന്നത്, അവരാണ് എല്ലാത്തിനും കുഴപ്പക്കാർ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ അടക്കമുള്ളവരെ വെല്ലുവിളിക്കാൻ അസംബ്ലിയിലും അസംബ്ലിക്ക് പുറത്തും ഇറങ്ങിത്തിരിക്കുന്നവരാണ് ഇപ്പോൾ ഈ തരം പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, അടുത്ത കാലത്തായിട്ടാണെങ്കിലും ചില മന്ത്രിമാരുടെ നാവിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ, ഒരു പെശക് വന്നാൽ, അത് മനഃപൂർവ്വമല്ലാത്തൊരു പെശക് വന്നാൽ അതൊരു അത്ഭുതകരമായ കാര്യമായി എടുത്ത് അതിനെയൊക്കെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഗാന്ധിയൻ ഭാഷയിൽ മാത്രം പ്രവർത്തിക്കും എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ ഇത് ചെയ്തു എന്നുള്ളതാണ് കോൺഗ്രസ്സിന് അപമാനകരമായി ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ മേഴ്സിക്കുട്ടിയമ്മ എത്രയോ നല്ലൊരു തൊഴിലാളി നേതാവാണ്. ഒരു പാവം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പക്വതയുള്ള പാകതയുള്ള ഒരു ധീര വനിതയാണ് മേഴ്സിക്കുട്ടിയമ്മ. ത്യാഗോജ്വലമായ പൊതുപ്രവർത്തനത്തിലൂടെ കടന്നു വന്നതാണ്. ആ മേഴ്സിക്കുട്ടിയമ്മയെക്കുറിച്ച് സതീശനെ പോലെ ഇവിടെ പറഞ്ഞല്ലോ, അദ്ദേഹം രണ്ടാമത്തെ ഗാന്ധിജിയായിട്ടാണ് ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ പോലുള്ളവർ ഇങ്ങനെ പറയാമോ? പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് പുരാണത്തിൽ. അത് വീണ്ടും ആവർത്തിക്കാൻ സതീശൻ തയ്യാറാകുമ്പോൾ ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല എന്ന് മാത്രമല്ല, മേഴ്സിക്കുട്ടിയമ്മയെ ഇതുപോലെ ആക്രമിച്ച ആ സ്റ്റാഫിനെ പുറത്താക്കാത്ത സതീശന് ദൈവം പോലും, കോൺഗ്രസ്സുകാർക്ക് ദൈവത്തിൽ പിടിച്ചാണ് അവർ കൂടുതൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ സംസാരിക്കുകയാണ്. ദൈവം പോലും മാപ്പ് കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ പിന്നെ നാശത്തിലേക്കുള്ളൊരു പോക്കാണ്. അവസാനത്തെ ഒരു കളി എന്നുള്ള നിലയിൽ ചിലപ്പോൾ സുധീരൻ പറഞ്ഞത് ആ പ്രവർത്തകനോടായിരിക്കില്ല, ചിലപ്പോൾ ഉമ്മൻചാണ്ടിയെ ഉദ്ദേശിച്ചായിരിക്കാം, ചിലപ്പോൾ ചെന്നിത്തലയെ ഉദ്ദേശിച്ചാകാം. അതിനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു മുന്നറിയിപ്പ് ഈ പ്രവർത്തകരിലൂടെ കൊടുക്കുകയായിരിക്കാം ഉണ്ടായത്. കോൺഗ്രസ് ആകുമ്പോൾ എല്ലാത്തിനും രണ്ടർത്ഥവും മൂന്നർത്ഥവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ മാപ്പ് പറയാൻ ഞങ്ങളോടെന്നും പറയുമല്ലോ, മാപ്പ് പറയണം. ഇദ്ദേഹം മുഖ്യമന്ത്രി പിടിവാശി കാണിച്ചു, മർക്കടമുഷ്ടി കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും അസംബ്ലിയിൽ ഒച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവും മറ്റംഗങ്ങൾക്കും ഈ കാര്യത്തിൽ എന്തു പറയാനുണ്ട് എന്ന് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമുള്ള വിഷയമല്ല. ഞാനിടുന്ന ഈ ഖദർ വസ്ത്രം ഇട്ടുകൊണ്ട്, ഗാന്ധിജിയുടെ ഖദർ വസ്ത്രം ഇട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വർത്തമാനം പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ജനങ്ങൾ സമ്മതിക്കില്ല. ഞാനിതിന് മറുപടി മറ്റു ഭാഷയിൽ പറയുന്നില്ല. ഇവിടെ അമിത് ഷാ പറഞ്ഞ പോലെ ഞാനും ആളുകളെ ഒരാക്ഷേപഹാസ്യത്തിലൂടെ പറയാറുണ്ട്. പക്ഷേ അതിൻ്റേതായ മാർഗമാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ആരെയും ഇതുവരെ ഒരു അസഭ്യ വാക്ക് പറഞ്ഞെന്ന് പ്രതിപക്ഷത്തുള്ളവർ പോലും എന്നോട് ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. ശ്രീ ഉഴവൂർ, ഒരു കാര്യം കൂടി, അതായത് മിനിസ്റ്റർ മുമ്പോട്ട് വെച്ചത് ഒരു വലിയ ജനാധിപത്യ മാർഗത്തിലുള്ള പ്രതികരണമാണ്. അവർ പരാതി കൊടുത്തു നിയമപരമായി. അതിനപ്പുറത്തേക്ക് VD സതീശൻ്റെ ഓഫീസിലെ സ്റ്റാഫ്, VD സതീശൻ നിയമിച്ച യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ അവർ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഞാൻ നോക്കിക്കാണുന്നത്. VD സതീശൻ എന്തായിരിക്കും ചെയ്യുക? സുധീരനെ ഊർജ്ജമാക്കി മറ്റൊരു ദിശയിലായിരിക്കുമോ? സുധീരൻ അത് ചെയ്യാമെങ്കിൽ എൻ്റെ സ്റ്റാഫിന് ചെയ്യുന്നതിന് എന്ത് എന്ന് കാണുമോ VD സതീശൻ? സുധീരൻ്റെ ഒരു വലിയ പിന്തുണക്കാരൻ എന്നുള്ള നിലയിൽ ഒരു സുധീരനാകാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സുധീരന് പിന്തുണ കൊടുക്കാൻ മറ്റു മാർഗമില്ലാതെ വന്നപ്പോൾ എന്നാൽ ഞാൻ മേഴ്സിക്കുട്ടിയമ്മയെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ ഒപ്പം നിൽക്കട്ടെ എന്നുള്ള നിലപാടെടുത്തതാണോ എന്നറിഞ്ഞുകൂടില്ല. പക്ഷേ മേഴ്സിക്കുട്ടിയമ്മ ഈ ചർച്ചയിലൂടെ എത്ര അന്തസ്സായിട്ടാണ് അവർ സംസാരിച്ചത്. ഇത് സതീശൻ ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ സതീശൻ അത് പറയട്ടെ, ആ സ്റ്റാഫായിരിക്കും ചെയ്തത് എന്ന് പറയാനുള്ള ആ അത് ആ നൈർമല്യം ആ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഉണ്ടായി എന്നെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അതിന് മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇപ്പോൾ നമ്മോടൊപ്പം വീക്ഷണം പത്രത്തിലെ മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ J. അജിത് കുമാർ ചേരുകയാണ്. ശ്രീ അജിത് കുമാർ, കോൺഗ്രസ്സുകാരും ഈ വിഷയത്തിൽ പ്രതികരിക്കാമെന്ന് ഏറ്റവർ പോലും സമയം ജസ്റ്റ് 10 മിനിറ്റ് മുമ്പ് തങ്ങൾക്കാകില്ല എന്ന രീതിയിൽ ബുദ്ധിമുട്ട് അറിയിക്കുകയായിരുന്നു ചെയ്തത്. അതെന്ത് തരം ഇടപെടലാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അരിയാഹാരം കഴിക്കുന്നവർക്ക്. പക്ഷേ ഇത് ശരിയാണോ? അങ്ങ് കണ്ണൂരിൽ KPCC പ്രസിഡന്റ് പരസ്യമായി ഒരു പൊതുപ്രവർത്തകരെ താങ്കളോട് പറയാൻ പറ്റാത്ത ഭാഷയിൽ തെറി വിളിക്കുന്നു. ഇപ്പുറത്ത്
ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് VD സതീശന്റെ സ്റ്റാഫിലെ അംഗം ഫേസ്ബുക്കിലൂടെ മന്ത്രിക്കെതിരെ അസഭ്യവർഷം ചൊരിയുന്നു. എന്താണിത്? അല്ല, ഇതിനകത്ത് അജിഷാദ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ സോഷ്യൽ നമ്മളൊക്കെ വളരെ സജീവമായിട്ട് സക്രിയമായിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയ ചെയ്യുന്ന ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വേണം എനിക്ക് ഇതിനെ കാണാനെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ ആർക്കും എന്ത് കമന്റ് ചെയ്യാം. അതായത് നമുക്ക് ഉന്മുഖമായിട്ട് പറഞ്ഞാല് എന്താ പറയാ, നമ്മള് ഈ പറഞ്ഞ പോലെ അജുവിന്റെ അടുത്ത് പറഞ്ഞ പോലെ ആ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാം. എനിക്കും അതിന്റെ ഭാഷാ പരിമിതി വെച്ച് ഞാൻ പറയുകയാണ്. ഈ ഒരുപാട് എന്താ പറയാ പിതൃശൂന്യമായ ഒരുപാട് കമന്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണാൻ. ഇപ്പൊ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ പറഞ്ഞതായിട്ട് അദ്ദേഹം ഒരുപക്ഷെ സ്വകാര്യമായിട്ടോ അല്ലെങ്കിൽ ഒരു പൊതുയോഗത്തിലൊന്നും പറഞ്ഞ അദ്ദേഹം ഒരു പൊതുയോഗത്തിലോ ഒരു പത്രസമ്മേളനത്തിലോ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഈ കാര്യങ്ങളൊന്നും. സ്വകാര്യ സംഭാഷണത്തില് പാർട്ടിയുടെ പ്രവർത്തകൻ അദ്ദേഹത്തിനോടൊന്നോ പറഞ്ഞു എന്നും അതിന് അദ്ദേഹം മറുപടി പറഞ്ഞ രീതി ശരിയായില്ലെന്നുള്ളതാണല്ലോ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കാര്യം. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഈ അദ്ദേഹം ശ്രീ സുധീരന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ അപ്പോൾ തന്നെ പിടിച്ചെടുക്കാൻ വേണ്ടിയോ അല്ലെ അദ്ദേഹത്തിനെ ഇമേജിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയോ തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ ക്യാമറയായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാമറ തന്നെയാണ് അത് പകർത്തിയത്. ജസ്റ്റ് സുധീരൻ നടന്നു പോകുന്നതിന്റെ വിഷ്വലിന് മാത്രം എടുത്ത ക്യാമറയിലാണ് ഇത്തരത്തിൽ പതിഞ്ഞത്. അത് ഞങ്ങളുടെ തന്നെ ക്യാമറയാണ്. ഒരു മാനിപ്പുലേഷനും ഇല്ല. ഉറപ്പിച്ച് പറയുന്നു ശ്രീ അജിത് കുമാർ. ഇല്ലല്ല അല്ലല്ല കൈരളി മാനിപ്പുലേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല ശ്രീ അജിംഷാദ്. ഞാൻ എല്ലാ കാലത്തും നിങ്ങളോടൊപ്പം ഒരുപാട് സഹകരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അങ്ങനെ ആരോപണമല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയാക്കി സോഷ്യൽ മീഡിയ അല്ല KPCC പ്രസിഡന്റ് കോൺഗ്രസുകാരുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് പോയതിനു ശേഷം തിരിച്ചു വരുമ്പോഴുള്ള വഴിയിലെ വർത്തമാനമാണ്. അതെങ്ങനെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെടുത്തും? താങ്കൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെടുത്താം. മേഴ്സിക്കുട്ടിയമ്മയുടെ വിഷയം, മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ വന്നത് സുധീരന്റേത് അങ്ങനെയുള്ളതല്ല. അല്ല, ഇത് പോലും ഇപ്പൊ ഈ ഫേസ്ബുക്കിലൊക്കെ ചർച്ചയായ കാര്യമാണ്. ഇപ്പൊ വേറൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ സമ്മതിക്കും സ്വകാര്യമായിട്ട് നമ്മൾ എന്തൊക്കെ വർത്തമാനങ്ങൾ പറയുന്നു. നമ്മളിപ്പോ ഒരു ക്യാമറയുടെയോ മൈക്കിന്റെ മുമ്പിൽ നിന്ന് മാന്യമായ ഭാഷ സംസാരിക്കുമ്പോൾ പോലും സ്വകാര്യതകളിൽ ശ്രീ അജിംഷാദും ഈ അജിത്തും ഒക്കെ തമ്മിൽ നമ്മളൊക്കെ തമ്മിൽ എന്തൊക്കെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അതൊക്കെ പബ്ലിസൈസ് ചെയ്ത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ ഉണ്ടോ നമ്മള്? അങ്ങനെയുള്ള ധാർമ്മികതയിലേക്ക് പോകുമ്പോൾ രണ്ടു തരം ധാർമ്മികതകൾ ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നു. ഒന്ന്, സുധീരൻ റൂമിൽ അടച്ചിട്ട മുറിയിൽ സ്വകാര്യ സംഭാഷണം നടത്തിയതല്ല. ഒരു കാര്യം പറയാനായെത്തിയ, ഒരു പരാതി പറയാനായെത്തിയ കോൺഗ്രസ് പ്രവർത്തകനോടാണ് പറയാൻ പറ്റാത്ത ഈ ഭാഷ ഉപയോഗിക്കുന്നത്. മിണ്ടരുത് എന്നത് പറയുന്നത് ഒന്ന്, ജനാധിപത്യ വിരുദ്ധത. രണ്ട്, അദ്ദേഹത്തിന്റെ അവിടെ ഇല്ലാത്ത അദ്ദേഹത്തിന്റെ പിതാവിനെ പോലും വിളിക്കുന്ന തരത്തിൽ ഒരു അസഭ്യം രണ്ടാമത് വിളിക്കുന്നു ആ കോൺഗ്രസ് പ്രവർത്തനോട്. അത് സ്വകാര്യതയല്ല, ആ ധാർമ്മിക പ്രശ്നം നമ്പർ 1. നമ്പർ 2, KPCC വൈസ് പ്രസിഡന്റ് കൂടിയായ VD സതീശൻ എടുത്ത സ്റ്റാഫ്, അദ്ദേഹം ചെയർമാനായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ ഓഫീസിലെ അറ്റൻഡറായ യൂത്ത് കോൺഗ്രസ് നേതാവ് ഇടുന്ന പോസ്റ്റിന്റെ പേരിൽ VD സതീശൻ തന്നെ ഉത്തരം പറയേണ്ടതില്ലേ? ഈ രണ്ട് ധാർമ്മികത ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നു. ആത്യന്തികമായി താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ. അല്ല, ഞാൻ രണ്ട് കാര്യം ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതും എനിക്ക് എല്ലാ കാലത്തും വിശ്വസിക്കാൻ ആഗ്രഹമുള്ളതും താല്പര്യമുള്ളതായ കാര്യം, ഒരിക്കലും ശ്രീ സുധീരന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു പാഴ്വാക്ക് വന്ന് കാണാൻ സാധ്യതയില്ല. കേൾപ്പിക്കാം, ഒന്നും കൂടി കേൾപ്പിക്കാം. വേണ്ട. ഒന്നാമത് ഞാനിപ്പോ സ്റ്റുഡിയോയിൽ ഇല്ലല്ലോ. ഞാൻ സ്റ്റുഡിയോയിൽ ഇല്ലല്ലോ. രണ്ട്, പിന്നെ ശ്രീ VD ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, അപ്പൊ ഞാൻ ഈ രണ്ടാമത്തെ ഇഷ്യൂലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ റിലവൻസ് ഉണ്ടെന്ന് നമുക്ക് അംഗീകരിക്കാമല്ലോ. അതായത് VD സതീശന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാള് അയാൾ എന്തോ ഒരു ഇത് പോസ്റ്റ് ചെയ്തു. അതിന്റെ പേരിൽ ഇപ്പം അത് മന്ത്രി ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായിട്ട് ശ്രീ VD സതീശൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസം അതിന് പ്രത്യേകമായിട്ട് വിശദീകരിക്കാനായിട്ട് സ്പീക്കർ അനുമതി കൊടുത്തു. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ അത് നല്ല ഭംഗിയായിട്ട് തന്നെ അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ടെൻഡർ എന്ന് പറയുന്നത് വിദേശത്ത് തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാനുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ കാര്യം അവരുടെ പൊസിഷൻ അവര് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ ദിവസം തന്നെ ശ്രീ VD സതീശനും തന്റെ കയ്യിലുള്ള രേഖകൾ മുഴുവൻ അദ്ദേഹം സഭയുടെ മേശപ്പുറത്ത് വെക്കുകയും ചെയ്തു. അപ്പോ സത്യം ഇത് രണ്ടിലും ഇടയ്ക്ക് എവിടെയാണ്? പക്ഷെ അതും ഇതുമായിട്ട് ബന്ധമില്ല. ഇത് ശരിയാണോ? ഇതിനകത്ത് VD സതീശൻ എന്ത് മാതൃകയാണ് കാട്ടേണ്ടത്? ഒരു തലമുതിർന്ന മാധ്യമപ്രവർത്തകനാണ് താങ്കൾ. ആ അർത്ഥത്തിൽ കൂടി താങ്കളുടെ നിർദ്ദേശം. അല്ല, ഞാനത് വ്യക്തമായിട്ട് പറയാം ജീവി. അപ്പൊ അന്ന് തന്നെ ശ്രീ സതീശനും അദ്ദേഹത്തിന്റെ രേഖ ഒരു മേശപ്പുറത്ത് വയ്ക്കുകയുണ്ടായി. അത് പോകട്ടെ, രേഖകളുടെ കാര്യം പോട്ടെ. താങ്കൾ പറഞ്ഞു
ഇനി വി ഡി സതീശൻ എന്താണ് ഈ സ്റ്റാഫിനോട് ചെയ്യേണ്ടത്? വി ഡി സതീശൻ മാപ്പ് പറയണമോ, സ്റ്റാഫിനെ മാറ്റണമോ? അത്തരം ധാർമ്മികമായി എന്താണ് വേണ്ടത്? ഒരു നിർദ്ദേശം വെക്കാമല്ലോ. താങ്കൾ തലമുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ എല്ലാ കാലത്തും നമ്മൾ ആയുധമാക്കി ചർച്ച ചെയ്യുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. മുൻ സർക്കാരിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ KPCC പ്രസിഡന്റ് ഇതിന്റെ പേരിൽ മാപ്പ് പറയണ്ടേ? അല്ലല്ല ഇപ്പൊ അല്ലല്ല അല്ല അതല്ല അത് ഫോണിലെന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്. എന്തേ അനുവദിക്കാത്തത്? ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഇല്ല അജീബ്, അതുകൊണ്ടാണ് കമ്മിയായിട്ടുള്ള സ്ഥലത്തുമാണ് നിൽക്കുന്നത്. ഓക്കെ ശ്രീ ഉണ്ണിച്ചെറിയാൻ അതായത് വളരെ ഗൗരവമായ ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഇത് നിസ്സാരമല്ല. ഇത്തരം അസഭ്യ വർഷം ഉണ്ടായിരിക്കുന്നതിന് ഒരു വലിയ രാഷ്ട്രീയ മാനമുണ്ട്. എന്തൊക്കെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്? ഇത് കോൺഗ്രസിനുള്ളിൽ, കോൺഗ്രസ് എന്നാൽ കേരളം, ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കേണ്ട ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുള്ളവർ ഈ സമീപനമാണ് കാട്ടുന്നതെങ്കിൽ അത് ഉയർത്തുന്ന വലിയ പൊതുബോധമുണ്ട്, അത് ഉയർത്തുന്ന വലിയ പ്രശ്നമുണ്ട്. അത് കാണേണ്ടതില്ലേ? അല്ല, ഇവരുടെ നേതാക്കന്മാർ ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 1981 82 എന്ന് എനിക്ക് ഓർമ്മയില്ല, രാജീവ് ഗാന്ധി എന്ന AICC ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കോട്ടാര വിജയഭാസ്കർ റെഡ്ഡിയെ ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ച് ഇദ്ദേഹം പരസ്യമായിട്ട് പത്രക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് പരസ്യമായി ശകാരിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ NTR എന്ന് പറയുന്ന അന്നത്തെ സിനിമാക്കാരൻ, അദ്ദേഹം ഈ ഒരു തെലുങ്ക് സ്വാഭിമാന പ്രസ്ഥാനവുമായിട്ട് രംഗത്ത് വരാനുള്ള കാരണം തന്നെ പുള്ളി കാരണമാക്കിയത് അതാണ്. പിന്നീട് കോൺഗ്രസിന് ആന്ധ്രയിൽ എന്താ പറ്റിയെന്ന് നമുക്കറിയാം. അതുവരെ കോൺഗ്രസ് ആന്ധ്ര മാത്രം ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ആളുകൾ അതിനോട് റിയാക്ട് ചെയ്തു. ഈ തെലുങ്ക് സ്വാഭിമാനം, വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾ ഞങ്ങളുടെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് തുടങ്ങിയ കളിയാണ് NT രാമറാവുവിനെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ചത്. ഇങ്ങനെ ഇത് നമുക്ക് ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കൊല്ലം പോലൊരു മണ്ഡലത്തിൽ LDF ഉറപ്പായിട്ടും ജയിക്കേണ്ടതാണ്. അപ്പോൾ അന്ന് RSP UDF LDF വിട്ടുപോകാനുണ്ടായിരുന്ന വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കാര്യം, മിനിസ്റ്ററിന് പോകാൻ അത്യാവശ്യമുള്ളതുകൊണ്ട് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, അതായത് ഇത്തരത്തിൽ താങ്കൾ കൃത്യമായി ആരോപണത്തിൻ്റെ മുന ഒടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യം മുമ്പോട്ട് വെച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശരിയായ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അതിലുള്ള അസഭ്യ വർഷത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കളും പേറേണ്ടതുണ്ട്. സുധീരൻ്റെയും VD സതീശൻ്റെ സ്റ്റാഫിൻ്റെയും പ്രവർത്തനത്തെ പൊതുവിൽ ഒന്ന് വിലയിരുത്താമോ? താങ്കളുടെ നിർദ്ദേശം കൂടി മുമ്പോട്ട് വെക്കാമോ? അതെ, സുധീരൻ്റെത് അദ്ദേഹം എന്തേ അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വേറൊരു വിഷയം. ഇവിടെ ഇത്തരത്തിലേക്ക് സതീശൻ ആവർത്തിച്ച്, ഇപ്പം ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, സതീശന് വിഷയം അറിയാതെ തെറ്റിദ്ധരിച്ച് പറഞ്ഞതല്ല, ബോധപൂർവമായി ആസൂത്രിതമായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ്. ഇത്തരത്തിൽ രേഖ ഞാൻ സമർപ്പിച്ചു. രേഖ എന്ന് പറയുന്ന ഗവൺമെൻറ് ഈ ടെൻഡറിൻ്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന രേഖയാണ്, തോട്ടണ്ടി പർച്ചേസ് ചെയ്യുന്ന രേഖയല്ല അത്. ഗവൺമെൻറ് എങ്ങനെ ടെൻഡറിൽ പങ്കെടുക്കണം, ടെൻഡറിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്ന് ഗവൺമെൻറ് ഡയറക്ഷൻ കൊടുക്കുന്നതാണ്. അത് ഒരു പർച്ചേസിൻ്റെ ഉത്തരവല്ല, അതാണ് രേഖ സമർപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം ഒരു വളഞ്ഞ വഴിയിൽ കൂടി എങ്ങനെയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക? രാഷ്ട്രീയ രംഗത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു സംശുദ്ധി എല്ലാ കാര്യത്തിലും വേണം. പ്രവൃത്തിയിലും വാചകത്തിലും തുടർച്ചയായ രീതികളിലുമെല്ലാം സംശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇത്തരം കുടിലതയും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ അധിക ദിവസമുണ്ടാകില്ല. അതിനായുസ് എത്രയും പെട്ടെന്ന് സതീശന് മാപ്പ് പറയേണ്ടി വരും, കൊല്ലത്തെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരും, കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികളോട് മാപ്പ് പറയേണ്ടി വരും. ഇല്ല എങ്കിൽ സതീശന്റെ വ്യക്തിത്വം എന്നത് ഇടിഞ്ഞു താഴാൻ പോവുകയാണ് ഈ പ്രശ്നത്തോടു കൂടിയെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. സതീശൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാനേ കഴിയില്ല. കളവ് പറയുന്ന ഒരാൾക്ക് പൊതുരംഗത്ത് സത്യസന്ധമായി നിലനിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു തന്നെ. ശ്രീ ഫക്രുദ്ദീനിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഫക്രുദ്ദീൻ, ഇങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ, ഇപ്പോൾ പറഞ്ഞു വന്നതുപോലെ, നേരത്തെ ശ്രീ ഉണ്ണിച്ചെറിയാൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലൊരു അരാഷ്ട്രീയ പൊതുബോധം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് സുധീരനെ പോലെ ഒരു വലിയ നേതാവ് ഇത്തരത്തിലാണ് സംസാരിക്കുന്നത്. ഈ നിലവാരമേ ഉള്ളൂ. ഒന്ന്. രണ്ട്, VD സതീശനെ പോലെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ആദർശധീരൻ്റെ ഓഫീസിലെ അദ്ദേഹം നിയമിച്ച അറ്റൻഡർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നവരാണ്. ഇതൊരു പൊതുബോധം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്.
അല്ല, ഒരു കണക്കിന് ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് സാധാരണക്കാർ അറിയുന്നതല്ല. വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കും. എന്നോട് പല ആളുകളും പറയാറുണ്ട് ചർച്ചയ്ക്കും, നീ ഈ തീയതി എന്ന് പറയുന്നത് ഞാൻ വിജയേട്ടനെ കണ്ടുപിടിക്കും, വിജയേട്ടനാണ് ഞങ്ങളെ കണ്ടുപിടിക്കുന്നത്, നിന്റെ തീയതി ചിലപ്പോൾ ഞങ്ങൾ പോകും. അത് ആളുകൾക്ക് വിജയനാണോ പിണറായി സാഹിബിനല്ലല്ലോ, പിണറായി സാഹിബ് വേറെ രീതിയിലല്ല സംസാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് ഒരു പ്രോബ്ലമായി തോന്നിയിട്ടുള്ളത്, ആകപ്പാടെ ഒരു പ്രോബ്ലമായി തോന്നിയിട്ടുള്ളത്, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ പൊതുസമൂഹം കാണിക്കുന്നതാണ്. ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ ഒരിക്കൽ കേരള ഹൗസിലെ സ്റ്റാഫിനോട് എന്തോ ഒരു പറഞ്ഞു കാര്യം, ദാർഷ്ട്യത്തോടു കൂടി സംസാരിച്ചു. പക്ഷെ അതിവിടെ വലിയ ന്യൂസായിരുന്നു. സഖാവ് VS ഒരുത്തി എന്ന് വിളിച്ചത് വലിയ ചർച്ചയായിരുന്നു. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്ക് എന്തോ ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് ഇതിന്റെ നേരത്ത് വരാത്തതാണ്. പക്ഷേ അത് വലിയ ന്യൂസും വലിയ ചർച്ചയാകുമ്പോൾ ഇത്രയും വലിയ ആ കണ്ണോട് നോക്കുമ്പോൾ വലിയൊരു ഗ്രേവ് ആയിട്ടുള്ള മിസ്റ്റേക്ക് തന്നെയാണ് സുധീരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പക്ഷേ BP കൂടിയതായിരിക്കും, ആ സാഹചര്യം സമ്മതം കൊണ്ടായി, ഞാൻ അതൊന്നും കാണാതിരിക്കുന്നില്ല. പക്ഷേ ഈ അത്രയും വലിയൊരു ഗ്രേവ് മിസ്റ്റേക്ക് കൂടുന്നാൽ പോകുന്നതുള്ളോ ഈ അല്ല, അദ്ദേഹം മനുഷ്യന്മാരല്ല. ഞാൻ അതിന് ഒരു എക്സ്ക്യൂസ് കൊടുക്കും. കാരണം BP കൂടിയാൽ ചിലപ്പോൾ വാക്ക് ഉപയോഗിച്ചത് ദേഷ്യപ്പെടാം. അല്ല, ദേഷ്യം ഇതൊക്കെ നമ്മൾ ഇവരൊക്കെ രാഷ്ട്രീയ സാധാരണക്കാരെ വന്ന ആളുകൾ ആ വാക്ക് കേൾക്കണോ ഒന്നും കൂടി? അല്ല, എനിക്ക് കേൾക്കണ്ട. ഞാൻ പറഞ്ഞത് അത് ഞാൻ അതിനെ ന്യായീകരിക്കുന്നല്ല. പക്ഷെ അതിന്റെ ഒരു കോൺടാക്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവരൊക്കെ സാധാരണക്കാരായ നാട്ടുകാർ, രാഷ്ട്രീയക്കാർ, ജനങ്ങളുടെ വന്ന ആളുകളാണ്. ഇവരൊക്കെ മനസ്സിനുള്ളിൽ ഈ സാധനം കിടക്കുന്നുണ്ടോ? അപ്പൊ ഈ ഒരു വിജയേട്ടനെ പോലെയൊക്കെ ഉള്ള ഈ ഒരു സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികം നമ്മൾ നമ്മുടെ ഒരു സൂപ്പർ ഈഗോ സ്ട്രോങ് ആയിട്ട് ഇതിനൊക്കെ മറച്ചു വെക്കും. BP ഒക്കെ പിന്നെ വരുന്ന സമയത്ത് ഹോർമോൺ വേരിയേഷൻ ഒക്കെ വന്നത് പ്രോബ്ലം, അത് സ്വാഭാവികം, മെഡിക്കൽ ഗ്രൗണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇതിന്റെ 10-1 100 പ്രശ്നമില്ലാത്ത ഒരു വാക്ക് ഒരു ഇടതുപക്ഷക്കാരൻ്റെ കയ്യിൽ നിന്ന് വന്നാൽ അത് വലിയ ആഘോഷമാകുകയും ഇത് ആഘോഷമാകുകയും ചെയ്യാതിരിക്കുന്നതിന്റെ പിന്നിലുള്ള സാമൂഹ്യമായ രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായും അത് ഇതെന്തുകൊണ്ട് വലിയ ആഘോഷമായില്ല എന്നുള്ളത് തീർച്ചയായും തിരിച്ചറിയേണ്ടത്. ഇത്രയേറെ വലിയ നഗ്നമായ ഒരു ലംഘനം, ഒരു സഭ്യതയുടെ ലംഘനം ഉണ്ടായിട്ട് KPCC പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ശ്രീ ഉഴവൂർ വിജയൻ എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണേണ്ടത്? ഖദർധാരികളായിട്ടുള്ളവരെ നയിക്കേണ്ടവർ തന്നെ ഇങ്ങനെ ചെയ്തു. താങ്കൾ ഇനി ഖദർ ധരിക്കുമോ? ഖദർ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഖദറിനോടും മഹാത്മാഗാന്ധിയോടും ഈ രാജ്യത്തോടും സ്നേഹമുള്ള ഒരു കോൺഗ്രസ്സുകാരനായിപ്പോയി. അതുകൊണ്ട് ഇവരുടെ ഈ നിലപാടിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. സുധീരനും സതീശനും കോൺഗ്രസ്സുകാരനെന്നുള്ള നിലയിൽ ഇതിൽ മാപ്പ് പറയുന്നില്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ അവരോട് ഇത് അഭ്യർത്ഥിക്കുകയും മാപ്പ് പറയണം, അല്ലെങ്കിൽ മാപ്പ് ഇനി പകരാരെ കൊണ്ടെങ്കിലും പറയിപ്പിച്ചാലും വേണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ്സുകാർക്ക് മൊത്തത്തിൽ അപമാനം വരുത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെ അജിത് ഷാ ചോദിച്ചതുപോലെ ഈ ഷർട്ടിനി ഊരണോ, അല്ലെങ്കിൽ ബസ്സിലൊക്കെ കയറി ഇരിക്കുമ്പോൾ പുറകിൽ നിന്ന് ആളുകൾ എന്തെങ്കിലും ഉപദ്രവിച്ചാൽ തിരിഞ്ഞു നോക്കുമ്പോഴല്ലേ ഞാൻ NCP ആയിരുന്നില്ലേ, ഉഴവൂർ വിജയനായിരുന്നു, സോറി, തല്ല് തന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ കതറിട്ടുകൊണ്ട് വഴിയെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കൊണ്ടുവന്നെത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വവും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ അന്ത്യം കുറിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വവും സുധീരനും സതീശനും ഏറ്റെടുക്കുന്ന സ്ഥിതി വരുമ്പോൾ ഇവരുടെ ആദർശം എവിടെ പോയി? മുഖം മൂടി ഇവിടെ അഴിഞ്ഞു വീണ് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷ നേടാൻ ഇനി കോൺഗ്രസിന് കഴിയില്ല. അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ നിരാശ മൂലം കണ്ണിൽ കണ്ടവരെയെല്ലാം ആക്രമിക്കാൻ വേണ്ടി അവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ദയവ് ചെയ്ത് മൃഗങ്ങളുടെ പേര് ഇനി പറയുന്ന അസഭ്യ വാക്കുകൾ ഉണ്ടാകരുത്. മേനകാ ഗാന്ധി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസ് കൊടുക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല. അപമാനിക്കുന്നതിന് ഒരതിരില്ലേ? മൃഗങ്ങൾ പോലും ചെയ്യില്ലാത്ത രീതിയിലുള്ള വർത്തമാനം പറയാൻ വേണ്ടി ചിലർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ പ്രകൃതിന് ഇപ്പോൾ പറഞ്ഞതുപോലെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, എല്ലാത്തിനും പിണറായി വിജയനാണ് കുറ്റം. എല്ലാ പ്രശ്നം ഉണ്ടായാലും ഉത്തരം പറയണം. അദ്ദേഹത്തിൻ്റെ നടപ്പ് ശരിയല്ല, അദ്ദേഹം ചിരിച്ചില്ലെങ്കിൽ ശരിയല്ല, ചിരിച്ചാൽ അത് കുഴപ്പമാണ്. എന്തിനും കുറ്റം കൊണ്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മറുപടി പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പോട്ടെന്ന് വെച്ചേനെ. അതായത് ശ്രീ ഉഴവൂർ വിജയൻ, താങ്കൾ പറഞ്ഞു പകരക്കാരനെ കൊണ്ടെങ്കിലും മാപ്പ് പറയിച്ചാൽ മതി ഉണ്ടാകണം. ശ്രീ ഉഴവൂർ വിജയൻ, അതായത് പകരക്കാരനെ കൊണ്ടെങ്കിലും മാപ്പ് പറയിച്ചാൽ മതി എന്ന് താങ്കൾ പറഞ്ഞു. പകരക്കാരനെ അങ്ങനെ ആകുമ്പോൾ കുഴപ്പമുള്ള കാര്യമല്ലല്ലോ. നേരിട്ട് വന്ന് മാപ്പ് പറയേണ്ട. മേഴ്സിക്കുട്ടിയമ്മയുടെ അടുത്ത് സത്യം പറഞ്ഞാൽ സതീശൻ നേരിട്ട് വന്ന് മാപ്പ് പറയേണ്ടതാണ്. ക്ഷമിക്കണമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല, സ്ത്രീകളെ ബഹുമാനിക്കുന്നതിലും തെറ്റില്ല. അതേപോലെ തന്നെ സുധീരന് നേരിട്ട് പറയാൻ ഇനി ഒരു പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്യാം. അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തോ അല്ലെങ്കിൽ പത്രത്തിലൂടെ കൊടുത്തോ, എങ്ങനെയെങ്കിലും ജനങ്ങളെ ആ വിവരം, അല്ലെങ്കിൽ ഉറക്കെ ഒന്നും പറയണമെന്ന് ഞാൻ പറയുന്നില്ല, പതുക്കെ ആണേലും പറഞ്ഞാൽ മതി.
എന്നാണ് എനിക്കിപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം അത് പറയും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. മറ്റുള്ള കോൺഗ്രസ്സുകാർക്ക് വേണ്ടി അദ്ദേഹം അത് പറയണം, ഈ നാടിന് വേണ്ടി അത് പറയണം. അദ്ദേഹത്തോട് വളരെ സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാനത് ഈ തരത്തിൽ വളരെ മയപ്പെടുത്തി പറയുന്നത്. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയക്കാരായിട്ടുള്ള എല്ലാവരും അവരുടെ ശൈലി മാറ്റേണ്ടതായിരിക്കുന്നു. അല്പം നർമ്മബോധത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവനും വിരോധമില്ല, ആർക്കും വിരോധമില്ല. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്തെ ശൈലിക്ക് ഒരു മാറ്റം വരുത്തണം എന്ന അഭിപ്രായം കൂടി ഈ ചർച്ചയുടെ വേളയിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഇവിടെ കൈരളി പീപ്പിൾ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചത് ഉചിതമായി പോയി. അജിം ഷാ ഇത് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാനിവിടെ എത്തിയതും ഇങ്ങനെ ഒരു ചർച്ച ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായും ശ്രീ ഫക്രുദ്ദീൻ, ആരോപണങ്ങളുണ്ടല്ലോ. സതീശൻ നല്ല ഇമേജും പോയി നല്ല രാഷ്ട്രീയക്കാരാണ് സതീശൻ. പക്ഷേ ഇത് വെച്ചുകൊണ്ട് സതീശൻ ചില ഉടായ്പകൾ നോക്കും. ഉദാഹരണമായി പണ്ട് ലോട്ടറി കേസിൽ സതീശൻ അന്ന് ഭയങ്കര ഡിബേറ്റ് ചെയ്യും. ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. രണ്ടാമത് പിണറായി പിന്നെ മന്ത്രി ജയരാജൻ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് എടുത്ത് പിണറായി വിജയൻ അറിഞ്ഞിട്ടാന്ന് പറഞ്ഞു. തെളിവ് ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ല സംഭവം. അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ അതുപോലെ തന്നെ ടീച്ചർ കൃത്യമായിട്ട് പൊളിച്ചടക്കി. അപ്പോൾ അതുകൊണ്ട് പൊതുവേ നമുക്ക് എല്ലാവർക്കും, എനിക്കാണെങ്കിൽ വിജയേട്ടനാണ്, അദ്ദേഹത്തിനാണെങ്കിൽ നമുക്കെല്ലാം ഈ നല്ല ആളുകൾ നമ്മൾ വിചാരിക്കുന്ന ആളുകളോട് ബഹുമാനമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഈ പുകപടലങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കാതെ കൃത്യമായി വസ്തുതകളെ അഡ്രസ്സ് ചെയ്യാൻ സതീശൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. സതീശനുള്ള സ്നേഹം കൊണ്ട് പറയുക. ശ്രീ ഉണ്ണിച്ചെറിയാൻ, അതാണ് കണ്ടിരിക്കുന്ന ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്ന് പറയുന്നത് പോലെ വലിയ മാന്യന്മാരാണെന്ന് നാം കരുതുന്നവരൊക്കെ ഇങ്ങനെ പെരുമാറും. അല്ല, അത് ആദ്യം ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ ഇവരൊക്കെ ഇങ്ങനെയും കൂടിയാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാനത് നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഈ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായിട്ടുണ്ടായ ഒരു ആരോപണമൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. കോൺഗ്രസിൻ്റെ കൊല്ലത്തെ ഒരു അവസ്ഥയെപ്പറ്റി ഒരു കഴിഞ്ഞ 2006 തൊട്ടിങ്ങോട്ടുള്ള ഇലക്ഷനിൽ പോലും ഒരു നിയമസഭാ സീറ്റ് ജയിക്കാൻ പറ്റാത്തൊരു പാർട്ടിയാണ്. അപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ ഈ പറയുന്ന ഈ കശുവണ്ടി തൊഴിലാളികളുടെ മേഖലയിൽ CPM-നുള്ളൊരു സ്വാധീനം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ആലോചിക്കാതെ ആ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുന്ന CPM-ൻ്റെ ഒരു സമുന്നത നേതാവിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപം ചൊരിഞ്ഞതുകൊണ്ട് പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ വ്യക്തിപരമായ എന്തെങ്കിലും സന്തോഷം കിട്ടുമെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഇതിലൊരു കാര്യം പലപ്പോഴും നമ്മുടെ മന്ത്രിമാരുടെയും MLA-മാരൊക്കെ സ്റ്റാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലം ഉണ്ട്. പലപ്പോഴും നമ്മൾ ഈ തേവരെക്കാട്ടും വലിയ ശാന്തിക്കാരനുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ആളുകൾ, UDF-ന്റെ ആളുകൾ വലിയ പ്രോബ്ലം. ഇപ്പോൾ LDF ആണെങ്കിൽ ഒരു സ്കൂട്ടിനെ എടുത്തിട്ട് അല്ലാതെ തിരഞ്ഞെടുക്കുള്ളൂ. അതിന്റെ ഗുണം ഉണ്ടാകുന്നുണ്ട്. ഉമ്മൻചാണ്ടി ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെന്ന് ഒരു ചാടാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഒരു കാര്യം, ചർച്ചയിൽ ഇത് വിശദീകരിക്കാൻ പോലും ഒരു കോൺഗ്രസ് പ്രതിനിധി എത്താത്തത് ഇതെങ്ങനെ വിശദീകരിക്കാനാ? മാത്രമല്ല ഞാൻ ഉറപ്പായിട്ടും വിചാരിക്കുന്നു സതീശൻ ഒരു മാതൃക കാണിക്കുമെന്ന്. നാളെ ഇദ്ദേഹത്തെ ഈ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം കോൺഗ്രസ് ഇവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതെ, തീർച്ചയായും അങ്ങനെ ആണ് കാര്യങ്ങൾ. ഒരു ഇടവേളയിലേക്ക് പോയതിനു ശേഷം വേഗം മടങ്ങിയെത്താം. ജനാധിപത്യം എന്ന് കൂടെ പറയേണ്ടതില്ല. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണെന്ന് ബോധ്യമാക്കാൻ നിങ്ങളുടെ പെരുമാറ്റം മതി.